യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ പരിശുദ്ധനായ പരമലമാ ഗ്രിഗോറിയോസിൻ്റെ മധ്യസ്ഥതയിൽ അനേകർ ലോകമയത്വത്തിൻ്റെ സാധാരണ ജീവിതത്തിൽ നിന്ന് ദൈവിക അനുഭവങ്ങളിലേക്ക് വല്ലപ്പോഴുമെങ്കിലും ഒളിച്ചോടുവാൻ, നല്ല ഓട്ടത്തിനായി മനസ്സൊരുക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ പ്രത്യേകമായി മാനിക്കുന്നു, ദൈവ നിയോഗമായി കരുതുന്നു. ഈ സന്ധിയിൽ കൂടി വരുവാൻ ഇടയാകുന്നതിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 2002 ഈ ലോകം വിട്ട് കടന്നുപോയ വിശ്രുതയായ ഒരു കഥാകാരിയുണ്ട്. ഗീതാ ഹരണ്യൻ എന്നാണ് അവരുടെ പേര്. അവർ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലും തുടർന്ന് വിവാഹിതയായി ഭർത്താവിൻ്റെ ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടും വരെയും നല്ല കഥകൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു മാന്യ മഹതിയായി. അവർക്ക് കുഞ്ഞുങ്ങളായി. കഥാലോകത്ത് നിന്ന് അവർ കുറേ പിൻവലിഞ്ഞു. എഴുത്തിൻ്റെ ലോകവും വായനയുടെ ലോകവും കുറേയൊക്കെ അന്യമായി തീർന്നു എന്നവർക്ക് തന്നെ തോന്നി. അങ്ങനെ ഒരു നാളിൽ സന്ധ്യയ്ക്ക് അവർ ഭർത്താവിൻ്റെ അടുക്കൽ, അദ്ദേഹം കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫാക്ടറിയുടെ. ഭർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ഇരുന്നിട്ട് അല്പം ഒന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന മുഖഭാവത്തോടെ ഇരുന്നപ്പോൾ ഭർത്താവ് അവരെ ഒന്ന് നോക്കി. നിനക്ക് എന്തോ ഒന്ന് പറയാനുണ്ടല്ലോ. അവർ പറഞ്ഞു, ഇങ്ങനെ പോയാൽ ഞാൻ ഒളിച്ചോടും. തൻ്റെ കഥാലോകത്തോടുള്ള പ്രത്യേകമായ മമതകൾ ഒന്നും തന്നെ മാനിക്കപ്പെടാതെ, തൻ്റെ കഥാപരമായ താല്പര്യങ്ങളെ, സാംസ്കാരികമായ അഭിന്നതയ്ക്കുള്ള താല്പര്യങ്ങളെ ഒട്ടും തന്നെ മാനിക്കാതെയും അത് പ്രദർശിപ്പിക്കുവാനോ പ്രകടിപ്പിക്കുവാനോ ഒരു വേള പ്രകാശിപ്പിക്കുവാനോ ആകാതെയുള്ള ഈ കച്ചവട താല്പര്യങ്ങളോടെ മുന്നോട്ട് പോകുമ്പോൾ അവർ ഭർത്താവിനോട് പറഞ്ഞതാണ്, ഇങ്ങനെ പോയാൽ ഞാൻ ഒളിച്ചോടേണ്ടി വരും. തൻ്റെ ബാല്യത്തിലെ ഇഷ്ടത്തിലേക്ക് ഇപ്പോഴുള്ള തൻ്റെ പ്രധാന ബന്ധങ്ങളെ ഒക്കെ മാറ്റി ഒളിച്ചോടുവാൻ ഒരുങ്ങുന്ന ഒരാളിൻ്റെ അപക്വ മനസ്സിനെ കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കുമെങ്കിലും ഗീതാഹരണ്യൻ പറഞ്ഞത് അവർ എഴുതിയിരിക്കുകയാണ്. കഥാലോകത്തോടുള്ള എൻ്റെ മമതയെ ഒരിക്കൽ കൂടെ ഓർക്കുവാനും അതെൻ്റെ മനസ്സിൻ്റെ പ്രധാന വശമാണ്, പ്രധാന ബന്ധമാണെന്ന് ഓർമ്മിപ്പിക്കുവാനും എനിക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന്. തുടർന്ന് അവർ കുറേ കാലം, ഒരു 1.5 ഡെക്കേഡ്സ് എങ്കിലും അവർ കഥകൾ എഴുതുവാനും ഒക്കെ ഇടയായി. മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരമലമാ ഗ്രിഗോറിയോസിനോടൊപ്പം ദൈവപക്ഷത്തേക്ക് നമ്മുടെ ഇപ്പോഴുള്ള പ്രധാന താല്പര്യങ്ങളിൽ നിന്ന് ഒന്ന് ഒളിച്ചോടുവാൻ നമ്മുടെ മനസ്സ് നമ്മെ പ്രേരിപ്പിക്കുന്നില്ലേ? കുറേ ആളുകൾ, കുറേ സഹസ്രം ആളുകൾ, കുറേ ലക്ഷം ആളുകൾ ആത്മീയമായി ദൈവപക്ഷത്തേക്കുള്ള പ്രധാന ബന്ധത്തിലേക്ക് തിരിച്ചോടുവാൻ, അത് ഒളിച്ചോട്ടമല്ല, തിരിച്ചോടുവാൻ തീർച്ചയായും ഈ വിശുദ്ധനോടുള്ള ചേർച്ച, ഈ ബഹുമാനം, ഈ പ്രത്യേകമായ ആദരവ്, അതിലുള്ള പങ്കുചേരൽ നമുക്ക് പ്രചോദനമാകും എന്നുള്ളതിന് തർക്കമില്ല. ഡെസേർട്ട് ഫാദേഴ്സിനെ കുറിച്ച്, മരുഭൂമി പിതാക്കന്മാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദേ ഫ്ലഡ്, അവരോടി, more from the worldliness in the church than from the world itself. അവർ ലോകത്തിൽ നിന്ന് ഓടി അകന്ന് അവർ മരുഭൂമിയിലേക്ക് പോയി എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ ലോകമയത്വത്തിൽ നിന്ന് ഓടി എന്ന്. നമുക്കും ചില നല്ല ഓട്ടങ്ങൾക്ക് ഇതും പ്രചോദനമാകട്ടെ എന്ന് ആമുഖവാക്കുകളോടെ ഇന്നത്തെ പ്രധാന ചിന്തയിലേക്ക് കടക്കുകയാണ്. ഗുരുസ്ഥാനീയനായ ഈ പിതാവിൻ്റെ സാന്നിധ്യത്തിലും അഭിവന്ദ്യരായ ബഹുമാന്യ അച്ഛന്മാരുടെ സാന്നിധ്യത്തിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഖ്യാതമായ പ്രൊക്ലമേഷൻ സ്റ്റോറി,
യേശു ദൈവപുത്രൻ എന്ന് പ്രഖ്യാപിക്കുന്ന വിഖ്യാതമായ ആ കഥാംശം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി എടുക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം, അതിൻ്റെ 2 മുതലുള്ള ഭാഗം ഇങ്ങനെ വായിക്കും. അവിടെ ഒരു ശതാധിപന് തൻ്റെ ദാസൻ, പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ഇക്കാര്യം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 7-ാമത്തെ അധ്യായം 2 മുതലുള്ള ഭാഗമാണ് നമ്മൾ ആശ്രയിച്ച് ഇന്നത്തെ ചിന്ത ക്രമീകരിക്കുന്നത്. ഇക്കാര്യം തന്നെ വിശുദ്ധ മത്തായി ശ്ലീഹ 8-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, 4-ാമത്തെ വാക്യം മുതൽ. എന്നാൽ ഈ 2 വിവരണങ്ങൾക്ക് തമ്മിൽ പ്രകടമായ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിലാണ് ഈ സന്ധിയിലെ നമ്മുടെ ചിന്തകൾ ആശ്രയിക്കുന്നത്, ഊന്നുന്നത്. ആ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ വേദഭാഗം അനുസരിച്ച് അത് 8-ാമത്തെ അധ്യായത്തിലാണല്ലോ വിവരിച്ചിരിക്കുന്നത്. അവിടെ പറയുന്നത് ശതാധിപൻ ആയ മനുഷ്യൻ, ശതത്തിന് അധിപനായ ഒരു സോൾജിയർ, അദ്ദേഹത്തിന് പ്രിയനായ ദാസൻ രോഗാവസ്ഥയിലായിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട്, അദ്ദേഹം അറിഞ്ഞിട്ട് അതിൽ വളരെയധികം വ്യസനത്തോടെ ശതാധിപൻ നേരെ യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നു. ഇത് മത്തായി ശ്ലീഹായുടെ വിവരണമാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് തൻ്റെ ഭവനത്തിലെ പ്രയാസം അറിയിക്കുകയാണ്. ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് യേശു അപ്പോൾ തന്നെ കൽപ്പിച്ചത്രേ. അപ്പോൾ ശതാധിപൻ പറഞ്ഞു, നോ 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 നോ, അവിടുന്ന് എൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല. യേശു അങ്ങോട്ട് ചെല്ലുമ്പോൾ പുരയ്ക്ക് അകത്തേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ മനുഷ്യൻ വീണ്ടും നേരെ ചെല്ലുന്നതായി വിശുദ്ധ മത്തായി ശ്ലീഹ രേഖപ്പെടുത്തുമ്പോൾ, ആ വിവരണത്തിന്റെ അംശത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ട് അല്പവ്യത്യാസത്തോടെ വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയൻ 7-ാം അധ്യായം 2 മുതൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് ശതാധിപൻ നേരെ ചെല്ലുന്നില്ല. ശതാധിപന്റെ പ്രിയനായ ദാസനെ കുറിച്ചുള്ള കാര്യം യേശുവിൻ്റെ അടുക്കലേക്ക് അറിയുവാൻ ശതാധിപൻ അയക്കുകയാണ് ചില ആളുകളെ. യഹൂദ മൂപ്പന്മാർ ശതാധിപന്റെ അടുക്കൽ നിന്ന് സന്ദേശവുമായി കൽപ്പനയുമായി യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ്, അവിടുന്ന് വരണമേ, ഞങ്ങൾക്ക് വളരെ സഹായിയായ, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ച് തന്നിട്ടുള്ള പ്രമാണിയും സഹായിയുമായ ഒരു മനുഷ്യൻ്റെ പ്രിയദാസൻ ഇതാ രോഗമായി കിടക്കുന്നു, അതുകൊണ്ട് അവിടുന്ന് സൗഖ്യമാക്കുവാൻ എത്തണമേ എന്ന് അവർ യേശുവിനോട് അപേക്ഷിക്കുന്നതായി വിശുദ്ധ ലൂക്കോസിന്റെ വിവരണം മത്തായി ശ്ലീഹായിലെ 8-ാമത്തെ അധ്യായത്തെ വിവരണത്തിൽ നിന്ന് പ്രകട വ്യത്യാസഭാവത്തോടെ ഇത് അവതരിപ്പിക്കുന്നു ലൂക്കോസ് 7-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നത് യേശു അങ്ങോട്ട് ചെല്ലുകയാണ്. അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് അവർ മാധ്യസ്ഥം അണയ്ക്കുകയാണ്. യേശു അങ്ങോട്ട് പോകുമ്പോൾ തുടർന്ന് നമുക്കറിയാം വിശുദ്ധ ലൂക്കോസിലെയും മത്തായി ശ്ലീഹായുടെയും വിവരണം കുറെ സമാനതകളോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഭവനത്തിന് അടുക്കൽ എത്തുമ്പോൾ, വീടിന് അടുക്കൽ എത്തുമ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് കുറെ സുഹൃത്തുക്കൾ വീണ്ടും ഈ ശതാധിപനിൽ നിന്ന് എത്തി പറയുകയാണ്, ഞങ്ങളുടെ ഗുരുവും ഞങ്ങളുടെ എല്ലാമായിരിക്കുന്ന ശതാധിപൻ, ഞങ്ങളുടെ അധിപനായവൻ അറിയിക്കുന്നു, അവിടുന്ന് അവൻ്റെ പുരയ്ക്കകത്ത് ചെല്ലുവാൻ അവന് യോഗ്യതയില്ലെന്ന് അവിടുത്തോട് അറിയിക്കുവാൻ. റിപ്പോർട്ടർ സ്പീച്ചാണ്. അവിടെ പറയുന്ന കാര്യം, അവർ വീണ്ടും വന്ന് മാധ്യസ്ഥം യേശുവിൻ്റെ അടുക്കൽ അണയ്ക്കുകയാണ്. ശതാധിപൻ കഴിവുള്ള മനുഷ്യനാണ്, വളരെ ശക്തനും ബലവാനുമാണ്. നമ്മൾ കാംക്ഷിക്കുന്നത് അക്കാലഘട്ടത്തിലെ മനുഷ്യർ, ഈ മാധ്യസ്ഥം അരുളുന്നവർ തന്നെ കാംക്ഷിക്കുന്ന പലതും കൈപ്പിടിയിലുള്ള മനുഷ്യനാണ്. അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് ആള് പറഞ്ഞു വിട്ട് തൻ്റെ ബലഹീനതയും തൻ്റെ സാഹചര്യത്തിലെ പ്രയാസവും, he was in dire constraints, Lord please help me and my family എന്നുള്ള തരത്തിൽ യേശുവിൻ്റെ അടുക്കലേക്ക് ഈ ശതാധിപൻ തൻ്റെ സുഹൃത്തുക്കളെ, യഹൂദ മൂപ്പന്മാരെ, പഠിപ്പുള്ള അറിവുള്ള മനുഷ്യരെ മാധ്യസ്ഥത്തോടെ അയക്കുന്ന ഈ വിവരണം, ദിസ് ഈസ് നോട്ട് മിയാളി എ മിറക്കിൾ സ്റ്റോറി. ഇതൊരു അത്ഭുത വിവരണം മാത്രമെന്നല്ല. പുതിയ നിയമ പണ്ഡിതന്മാർ അതേക്കുറിച്ച് പറയുന്നത് പ്രൊക്ലമേഷൻ നാരേറ്റീവ് എന്നാണ്. യേശുവിനെ കുറിച്ചുള്ള സംഭവങ്ങളെ വിവരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലൂക്കോസ് എവൻഗേലിയന്റെ വിവരണം നാം പരിശോധിക്കുമ്പോഴറിയാം, അത് വെറും കഥാകഥനം എന്നുള്ള രീതിയിൽ മാത്രമല്ല. നമുക്കറിയാം ലൂക്കോസ് എവൻഗേലിയൻ പൗലോസിന്റെ ശിഷ്യനെങ്കിൽ, അപ്പോസ്തലനായ പൗലോസ് 2 3 തലമുറയിലെ മിഷണറിമാരുടെയും ആദിമ സഭയുടെയും പ്രതിനിധിയായി നിൽക്കുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ ശിഷ്യനായിരിക്കുന്ന ലൂക്കോസ് എഴുതുമ്പോൾ അതിന് പ്രത്യേകമായി ഒരു സന്ദേശമുണ്ട്.
That was the message from the early church. That was the definite message from the third generation Christianity in the early church. ആദിമ സഭയുടെ പ്രത്യേക സന്ദേശമാണ് യേശു താൻ ദൈവപുത്രൻ എന്നുള്ള ബോധ്യം. They were proclaiming that. അവർ പ്രഖ്യാപിക്കുകയാണ് യേശു തന്നെ ദൈവപുത്രൻ എന്ന് ബോധ്യപ്പെടുവാനായി. അങ്ങനെയുള്ള ഈ വിവരണത്തിന്റെ ലൂക്കോസിലെ പ്രത്യേകതകളോടെ നാം അന്വേഷിക്കുമ്പോൾ 2-3 ആശയങ്ങൾ. ബഹുമാന്യനെങ്കിലും ഏത് വലിപ്പമുള്ളവനെങ്കിലും മനുഷ്യാതീതമായ സാഹചര്യങ്ങളിൽ നമുക്ക് കുറേ പ്രയാസങ്ങൾ വരുമ്പോൾ നാം കുറെ കൂടെ ദൈവത്തിൽ ആശ്രയിപ്പാൻ ആവശ്യമായിരിക്കുന്നു. മനുഷ്യാതീത സാഹചര്യങ്ങളാൽ നമുക്ക് കുറെ കൂടെ ദൈവത്തിൽ ആശ്രയിപ്പാൻ ആവശ്യമായിരിക്കുന്നു. We need to rely more on God because of our constraints in this earthly world. നമ്മുടെ ലോകത്തിൽ, നമ്മുടെ സാഹചര്യത്തിൽ, നമുക്കുണ്ടാകുന്ന ഭൗതിക സാഹചര്യത്തിലും ആത്മീയമായ സാഹചര്യത്തിലും ഒരുപോലെ നമുക്കുണ്ടാകുന്ന പല തരത്തിലുള്ള ഞെരുക്ക അനുഭവങ്ങളാൽ തീർച്ചയായും നമുക്ക് ദൈവത്തിൽ ആശ്രയിപ്പാൻ ഏറെ ആവശ്യമുണ്ട് എന്ന് ഈ വേദഭാഗം കാണുകയാണ്. ഞാൻ മുന്നമേ സൂചിപ്പിച്ചതുപോലെ ഒരു ശതാധിപൻ, സഹസ്രാധിപൻ എന്നൊക്കെ പുതിയ നിയമം എഴുതുമ്പോൾ ഈ ശതാധിപനും ശക്തനാണ്. 100 പടയാളികൾക്ക് അധിപൻ, അദ്ദേഹത്തിന്റെ കീഴിൽ ആളുകളുണ്ട്. ആ വേദഭാഗം തന്നെ പറയുന്നു, എന്റെ കീഴിൽ ആളുകളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു, ഒരുവനോട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്രകാരം ചെയ്യുവാൻ ആളുണ്ട്. അങ്ങനെയുള്ള ആ ലോകത്തിൽ പിടിപ്പുള്ള കഴിവുള്ള ഒരു മനുഷ്യനാണ് ഇതാ തനിക്കിപ്പോൾ നിവൃത്തിയില്ല. ഐ ആം ഇൻ ഹെൽപ്ലെസ് സിറ്റുവേഷൻ, ഐ ആം ത്രോൺ ടു ദ വോൾസ്. എനിക്കിപ്പോൾ നിവൃത്തികേടിൽ ഈ സാഹചര്യത്തിൽ ദൈവത്തിൽ ആശ്രയിപ്പാൻ മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ബോധ്യം നമുക്കും പകരേണ്ടതിന് ഈ വേദഭാഗം നമ്മോട് പറയുകയാണ്. മനുഷ്യാതീത സാഹചര്യങ്ങളാൽ നമുക്ക് കുറെ കൂടെ ദൈവത്തിൽ ആശ്രയിപ്പാൻ ആവശ്യമായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന് ജനമേ, ഇന്ന് നമുക്ക് ആശ്രയിക്കാവുന്ന ഇടങ്ങൾ കുറയുന്നു എന്നുള്ളതാണ് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു കാലത്ത് മക്കൾ, അമ്മയപ്പന്മാർ, സഹോദരങ്ങൾ, ഈ സമൂഹത്തിൽ അയൽക്കാർ, നമുക്കറിയാൻ വയ്യാത്ത ആളുകൾക്കൊപ്പം പോലും യാത്ര ചെയ്യുമ്പോഴും we were confident on many terms, many respects. നമുക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസവും ധൈര്യവുമുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. എന്നാൽ ഇന്ന് എല്ലാം ചോർന്നു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് കാര്യമായി വരുമ്പോൾ നമുക്ക് ഒപ്പം ജീവിക്കുന്ന, ഒപ്പം ഉറങ്ങുന്ന, ഒപ്പം യാത്ര ചെയ്യുന്ന, ഒപ്പം നമ്മെ സപ്പോർട്ട് ചെയ്യും എന്ന്, in any casualty they will definitely be a help for us എന്ന് ബോധ്യപ്പെട്ടിരുന്ന സാഹചര്യം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് കുറെ കൂടെ ദൈവത്തിൽ ആശ്രയിപ്പാൻ ആവശ്യമായിരിക്കുന്നു. അത് മാത്രമല്ല, ഭൗതികത്വം ഏറുമ്പോൾ, ഭൗതികത്വം വർദ്ധിക്കുമ്പോൾ, അത് ഒരു ആത്മീയ നേതൃത്വം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന എന്നിലും ഏറെയായി ഭൗതികത്വം വർദ്ധിക്കുമ്പോൾ, സൗകര്യ വർധനവിനേക്കാൾ ആശങ്കകൾ വർദ്ധിക്കുന്നു, അതിനേക്കാൾ ഭൗതികത്വവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് കുറെ കൂടെ ആശ്രയത്വത്തിന്, ദൈവത്തിലെ ആശ്രയത്വത്തിന് ആവശ്യമായിരിക്കുന്നു എന്നുള്ളത് നാം ഓർക്കണം. നമ്മൾ പരിമലമാ ഗ്രിഗോറിയോസിന്റെ ജീവിതം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ വന്ന് നാം ദൈവത്തോട് ഈ പരിശുദ്ധന്റെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമ്മുടെ രോഗങ്ങളെ നാം സമർപ്പിക്കുന്നു. എന്നാൽ അദ്ദേഹം വലിയ രോഗിയായിരുന്നു എന്നുള്ളതും നാം മറന്നുക്കുന്നുവോ അതോ നാം ഓർക്കുന്നുവോ? അദ്ദേഹം നാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ നാം വന്ന് നമ്മുടെ സങ്കടത്തിൻ്റെ കെട്ടുകൾ അഴിക്കുന്നു. അദ്ദേഹം അന്ന് തൻ്റെ ജീവിത സാഹചര്യത്തിൽ എനിക്ക് ഏറെ ബലഹീനതകളുണ്ട്, തനിക്കേറെ നൊമ്പരങ്ങളുണ്ട്, ഈ സഭയുടെ മക്കളുടെ, ഈ ലോകത്തിലെ മക്കളുടെ എന്നുള്ള ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ തൻ്റെ വയർ മുറുക്കി ഉടുക്കുവാനും ഒപ്പം തന്നെ തൻ്റെ അൾസറിനെ ഒതുക്കുവാനും തൻ്റെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനും ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ബലഹീനതകളിൽ, നൊമ്പരങ്ങളിൽ ആശ്രയിപ്പാൻ ഏറെ നമുക്ക് പ്രചോദനമാകുന്ന സാഹചര്യങ്ങൾ വർദ്ധിക്കുമ്പോഴും
നമുക്ക് ദൈവത്തിലേക്ക് കുറെ കൂടെ ആശ്രയിപ്പാൻ ഈ സെഞ്ചൂറിയനെ പോലെ നിവൃത്തികേടിൽ എന്നോണം തോന്നുന്നത് പോലെ അനേകമായ ആ അനുഭവവും ആ ബോധ്യവും ആ പ്രചോദനവും നമുക്ക് പരമലമാ ഗ്രിഗോറിയോസിന്റെ ജീവിതം നൽകുന്നു എന്നുള്ളത് ഓർക്കണം. ഇന്ന് അനേകർക്ക് ആശ്രയമായിരിക്കുന്ന ഈ സങ്കേതം, ഈ പ്രാർത്ഥനാനുഭവം തീർച്ചയായും നാം ഓർക്കുമ്പോൾ അദ്ദേഹം നമ്മോട് പറയുന്നത് ഈ ഒന്നാം കാര്യം തന്നെയാണ്. മനുഷ്യന് അതീതമായവ ഏറെയുള്ളപ്പോഴും നാം തീർച്ചയായും ദൈവത്തിൽ ആശ്രയിക്കുക. ഇത് ഭൗതികത്വത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. നമുക്കറിയാവുന്ന ഇവിടെ ഇരിക്കുന്ന അഭിവന്യ തിരുമേനിക്കും മറ്റ് വൈദികർക്കും ഒക്കെ തന്നെ വലിയ ഗുരുവായിരുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, അദ്ദേഹം ലണ്ടനിൽ നിന്ന് മ്യൂണിക്കിലേക്കുള്ള തൻ്റെ ഫ്ലൈറ്റ് യാത്രയിലാണ് അദ്ദേഹത്തിന് പക്ഷാഘാതം ഉണ്ടാകുന്നത്. വളരെ ശക്തൻ, വളരെ ബഹുമാന്യൻ, ലോകമറിയുന്ന വലിയ വ്യക്തി. അദ്ദേഹം അതിനുശേഷം ഒരു കൈ കൊണ്ട് ടൈപ്പ് ചെയ്യുന്നു. വളരെ പ്രയാസപ്പെട്ടാണെങ്കിൽ തൻ്റെ കാര്യങ്ങളൊക്കെ മുന്നെന്ന പോലെ പിന്നെയും നിർവഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പഠനവും എഴുത്തുകളും പ്രഭാഷണങ്ങളും വളരെ ഞെരുക്കത്തിലെങ്കിലും അതൊക്കെ നടക്കുന്നു. അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ എഴുതി, എനിക്ക് പിന്നീട് ബോധ്യപ്പെട്ടു, our grip on personal life is so meager. നമുക്ക് ജീവിതത്തിലുള്ള പിടിപ്പ്, our grip on personal life, അത് വളരെ 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 മീക്കറാണ്, വളരെ ബലഹീനമാണ് എന്ന് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. ഇത് ഭൗതികാനുഭവത്തിൽ മാത്രമല്ല, ഇത് ആത്മീയ അനുഭവത്തിലും വളരെ വ്യക്തമാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. അതിനെ വേർതിരിക്കരുതെന്ന, എന്നാൽ വേർതിരിച്ചപ്പോൾ കാണാൻ നമ്മൾ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധനായ മർക്കോസ് എവൻഗേലിസൻ 10-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം നാം വായിക്കുമ്പോൾ ആത്മീയ അനുഭവത്തിൽ ഇത് എത്രമാത്രം ശക്തമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഒരു യൗവനക്കാരൻ യേശുവിൻ്റെ അടുക്കലേക്ക് പോകുന്ന കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. യേശു പോകുമ്പോൾ, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ വേദഭാഗം നമ്മൾ ഈ അടുത്ത നാളിൽ കേട്ടതാണ്. യേശുവിനോട് ചോദിക്കുക. യേശു അവനോട് കാര്യമൊക്കെ പറയുകയാണ്, നീ കൽപ്പനകൾ പ്രമാണിക്കണം. 2-3 സുവിശേഷങ്ങളിലെ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, വിശുദ്ധ ലൂക്കോസിലും മർക്കോസിലും മത്തായിലും ഒക്കെ വായിക്കുമ്പോൾ അവിടെ ഒരിടത്ത് 6 കൽപ്പനകൾ യേശു പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ അനുഷ്ഠിക്കണം എന്നുള്ള 10 കൽപ്പനകൾ 6 യേശു പറഞ്ഞിരിക്കുന്നു. ഒരെണ്ണത്തിൽ യേശു 7 കൽപ്പനകളും പറഞ്ഞു. ഈ കൽപ്പനകളൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാനിതൊക്കെ ബാല്യത്തിലെ പ്രമാണിക്കുന്നതാണ്, പണ്ട് മുതലേ ഉള്ളതാണ്, എനിക്ക് അവകാശപ്പെട്ടതാണ്. ആത്മീയ അനുഭവം, ഇറ്റ് ഈസ് ഇൻ മൈ ഗ്രിപ്പ്, ഇതെന്റെ കസ്റ്റഡിയിലുള്ളതാണ്. He was so confident about his spiritual life. എന്നാൽ യേശു അവനെ നോക്കി. മർക്കോസിൽ എവൻഗേലിസന്റെ വിവരണം സുന്ദരമാണ്. യേശു അവനെ നോക്കി, അവന് കുറവുണ്ടെന്ന് ബോധ്യപ്പെട്ടു. Jesus looked at him and loved him. യേശു അവനെ നോക്കി, അവനെ സ്നേഹിച്ചു, കാരണം കുറവുണ്ട്. എന്നാൽ അവൻ പെട്ടെന്ന് പൊക്കളഞ്ഞു, കാരണം അവനിൽ ചില ന്യൂനതകൾ ഉണ്ടായിരുന്നത്രേ. അവൻ്റെ താല്പര്യങ്ങളല്ല, ന്യൂനതകൾ നിമിത്തം അവൻ അകന്നു പോവുകയാണ്. എത്ര പ്രയാസമാണ് ഇങ്ങനെയുള്ളവർ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ എന്ന് യേശു പറയുമ്പോൾ ആ വേദഭാഗം പൂർണ്ണമാകുന്നെങ്കിലും അതിലെ സംഭവം പൂർണ്ണമാകുന്നില്ല. അവിടെ നാം കാണുന്നു, ജീവിതത്തിൽ നമ്മുടെ അനുഷ്ഠാനങ്ങളിലോ നമ്മുടെ ആചരണങ്ങളിലോ നമ്മൾക്കുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലോ എത്രമാത്രം പിടിപ്പ് നമുക്ക് കുറവാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുകയാണ്. അതുകൊണ്ട് 1-ാം ഭാഗം നമുക്ക് വിടാം, അത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം. മനുഷ്യാതീത കാര്യങ്ങളാൽ നാം കുറെ കൂടെ ദൈവത്തിൽ ആശ്രയിക്കേണ്ടി വരും. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം അധ്യായത്തിലെ വാക്യത്തിൽ നാം കാണുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം, തന്നിലുള്ള ശുശ്രൂഷയ്ക്കുള്ള നിക്ഷേപം, അതേക്കുറിച്ച് ഓർത്താണ് പൗലോസ് എഴുതുന്നത്, ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. ഇറ്റ് ഈസ് ഇൻ ഫ്രജൈൽ പോട്ട്, അത് ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു. അതുകൊണ്ട് ബലഹീനതകളിൽ ബലം നൽകുന്ന കർത്താവിൽ ആശ്രയിക്കുവാൻ ശതാധിപനൊപ്പം, ഈ മാധ്യസ്ഥക്കാർക്കൊപ്പം യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കും ചെല്ലാം. ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നറിയ കർത്താവ് നമുക്ക് ഒപ്പമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാം. ഈ വേദഭാഗം നൽകുന്ന 2-ാമത്തെ അനുഭവം അവിടെ കാണുകയാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് ഈ മനുഷ്യൻ നേരെ ചെല്ലുന്നില്ല, ചിലരെ അയക്കുകയാണ്. യേശു അവരോടൊപ്പം പോകുന്നു, അവർ പറയുന്നത് മാനിക്കുന്നു, കേൾക്കുന്നു. 2-ാമത്തെ ആശയം, മാധ്യസ്ഥത്തെ മാനിക്കുന്ന യേശു. തീർച്ചയായും ഈ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 7-ാം അധ്യായം 4-5 വാക്യങ്ങൾ അക്കാര്യം തന്നെയാണ് കാണുന്നത്. ഹി വാസ് റെസ്പെക്ടിങ്
that intercession of the people. യേശു അതിനെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, അവർക്കൊപ്പം ചെല്ലുന്നു. അയാൾ പറയുന്നത് അവൻ്റെ സുഹൃത്തുക്കൾ വഴിയായി യേശു കേൾക്കുന്നു, അതിനെ സ്വീകരിക്കുന്നു, അതിനെ അഭിനന്ദിക്കുന്നു. യേശു മാധ്യസ്ഥത്തെ മാനിക്കുകയാണ്. സഭയുടെ നമ്മുടെ ചുമതല പ്രധാനമായും മാധ്യസ്ഥമാണ്. യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഈ സന്ധിയിൽ നാം വരുമ്പോഴും നാം തീർച്ചയായും രക്ഷയൊരുക്കുന്ന മാധ്യസ്ഥം യേശു മാത്രമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ സഭയിൽ, എന്നാൽ അതിനൊപ്പം യേശുവിങ്കലേക്ക് നയിക്കുന്ന മാധ്യസ്ഥത്തിന് ഒപ്പമായി നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ നാം ഒരുങ്ങുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ, നമ്മുടെ നിഷ്ഠകളിൽ, നമ്മുടെ രീതികളിൽ ഒക്കെ തന്നെ കാണിക്കുന്നതും പ്രദർശനമാകുന്നതും ഇത് മാത്രമാണ് മാധ്യസ്ഥത്തെ മാനിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് എന്നുള്ളത്. നാം ദൈവാലയത്തിൽ വരുമ്പോൾ, നാം പ്രാർത്ഥനാനുഭവത്തിൽ ഭവനത്തിലായിരിക്കുമ്പോൾ, നാം യാത്ര ചെയ്യുമ്പോൾ, ചിലരെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ മാധ്യസ്ഥത്തിൻ്റെ ബോധ്യം നമ്മെ ഭരിക്കുന്നുണ്ടോ? നാം പരിമലമാർ ഗ്രിഗോറിയോസിനൊപ്പം ചേർന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കബറിടത്തെങ്കിലോ, അദ്ദേഹത്തിൻ്റെ ആദ്യകാല വസതിയിലോ, അദ്ദേഹത്തിൻ്റെ കിടക്കയ്ക്കരികിലോ, ഈ ദൈവാലയത്തിലോ, ഇതിൻ്റെ ത്രോണോസിൻ്റെ മുമ്പിലോ നാം വണങ്ങുമ്പോൾ ഈ മാധ്യസ്ഥത്തെ മാനിക്കുന്ന കർത്താവിന് ഒപ്പം ചേർന്ന് നിന്ന് കണ്ട ഈ വിശുദ്ധൻ്റെ ദൈവ സാന്നിധ്യാനുഭവം തീർച്ചയായും കിട്ടുവാൻ നമുക്കുമിടയാകണമേ എന്ന് നാം പ്രാർത്ഥിക്കാം. അതുകൊണ്ട് സഭയുടെ, അതായത് നമ്മുടെ ചുമതലയാകുന്നു മാധ്യസ്ഥം. അതുകൊണ്ട് നൊമ്പരപ്പെടുന്ന സാഹചര്യങ്ങളിൽ, വളരെ ദൈവത്തിൽ നിന്നും നന്മയിൽ നിന്നും അകന്നു പോകുന്ന സഹോദരങ്ങൾക്ക് കണ്ടുകൊണ്ട് വെറുങ്ങലപ്പെടുന്ന സമൂഹത്തിൽ മാധ്യസ്ഥത്തിൻ്റെ ബോധ്യം നമുക്ക് തീർച്ചയായും ഉണ്ടാകണം. അത് മാനിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യം എന്നും എക്കാലത്തും നമുക്ക് ആശ്വാസം നൽകുന്നതാണ് എന്നുള്ളതും നാം ബോധ്യപ്പെടുക. അതുകൊണ്ട് മാധ്യസ്ഥത്തെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. അത് പരിമലമാർ ഗ്രിഗോറിയോസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെ ബോധ്യപ്പെടുവാൻ നമുക്ക് അധികം പ്രയാസമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇവിടെ എത്തുന്ന രോഗകാര്യങ്ങളും സങ്കടങ്ങളും തങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും ഒക്കെ തന്നെ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുവാൻ ഇടമുണ്ട് ഇവിടെ എന്ന് നാം ബോധ്യപ്പെടുകയാണ്. ഈ മാധ്യസ്ഥം നമ്മിലേക്ക് ചുമതലയായും നമുക്ക് അത് ദൈവം മുമ്പാകെ പ്രത്യാശയും ഈ ലോകത്തിലെ എല്ലാ ഓളങ്ങളുടെ മധ്യത്തിലും അത് ദൈവാംശത്തെ കൈമാറുന്ന പ്രത്യാശയുമായി സൂക്ഷിക്കുവാൻ നമുക്ക് ഇടയാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ലൗകിക അനുഭവങ്ങളെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ആത്മീയ അനുഭവങ്ങളിൽ എന്നും അത് തിളങ്ങുന്ന ഒരു ഏടായി ഭവിക്കണം. മാധ്യസ്ഥത്തെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ളതും നാം പ്രത്യേകമായും ഓർക്കണം. ഈ മാധ്യസ്ഥമാണ് സഭയിൽ ഈ പറഞ്ഞ പ്രത്യേക വിശുദ്ധ സങ്കല്പത്തിൽ പ്രതിപാദിക്കുന്നത്, അതിൽ ഒളിമിന്നുന്നത്, അതിൽ നന്നായി പ്രകാശിക്കുന്നത് എന്നുള്ളതും നാം പ്രത്യേകമായും ഓർക്കുക. ഈ ശതാധിപന് ഒപ്പം, അവൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം യേശുവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ വെമ്പുന്ന നമ്മുടെ മനസ്സുകൾ തീർച്ചയായും ഈ ലോകത്തിൽ മാധ്യസ്ഥത്തെ മാനിക്കുന്ന കർത്താവിനൊപ്പം ദൈവസന്നിധിയിലേക്ക് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകും. ഒന്നാമത് നാം ചിന്തിച്ചു, യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ഈ അനുഭവത്തെ വിവരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്രയിപ്പാൻ ഇടമില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലും, നമ്മെ വിറങ്ങലിപ്പിക്കുന്ന അനുഭവങ്ങളിലും, തീർച്ചയായും മനുഷ്യന് അതീതമായ സാഹചര്യങ്ങളിലും നമുക്ക് യേശുവിൽ ആശ്രയിപ്പാൻ ആവശ്യം. മൂന്നാമത്തെ കാര്യം ഇതോടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് പൂർത്തീകരിക്കാം. ഈ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 7-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വേദഭാഗം നമുക്ക് തരുന്ന മൂന്നാമത്തെ ആശയം, ഈ ശതാധിപന്റെ മനോഭാവം എന്താകും? പോരാത്തവൻ എന്ന ബോധ്യമാണ് അദ്ദേഹം നമുക്ക് കൈമാറി തരുന്നത്. യേശുവിൻ്റെ അടുക്കലേക്ക് അയാൾ നേരെ ചെന്നാലും, മത്തായി ശ്ലീഹായുടെ വിവരണം അനുസരിച്ച് നേരെ ചെന്നാലും, അയാളുടെ സുഹൃത്തുക്കൾ വന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് ദൂരത്ത് കപ്പർന്നഹൂമിൽ വെച്ച് പറഞ്ഞാലും, അവൻ്റെ പടിപ്പുര അടുക്കൽ വെച്ച് പറഞ്ഞാലും ഒക്കെ പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. The text declares that he was so humble down to the earth. അദ്ദേഹം ബോധ്യപ്പെടുകയാണ്, അദ്ദേഹം കൈമാറുകയാണ് നമുക്ക് ഈ ആശയം, പോരാത്തവൻ എന്ന ബോധ്യം. നമ്മുടെ ആശയം പോരാത്തവൻ എന്ന ബോധ്യമുള്ളവൻ അത്ഭുതത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സ്വീകരിക്കുകയാണ്. താൻ അയോഗ്യൻ എന്ന ബോധ്യമാണ്
യേശുവിൻ്റെ അടുക്കൽ നിന്ന് അവൻ അത്ഭുതത്തെ സ്വീകരിക്കുവാൻ ഇടയാക്കിയ പ്രധാന ചാലകശക്തി. ദൈവിക അത്ഭുതത്തിന് വഴിയൊരുക്കുന്ന ഒന്നായിട്ടാണ് അവിടെ ഈ കാര്യം പറയുന്നത്. ഞാൻ മുന്നമേ സൂചിപ്പിച്ച വേദഭാഗം ഉണ്ടല്ലോ, വിശുദ്ധ മർക്കോസ് 10-ാമത്തെ അധ്യായം. അവിടെ യേശുവിന് അത്ഭുതം ആ യൗവനക്കാരന് മുമ്പിൽ തന്നെ വന്നു കണ്ടിട്ട് നല്ല ഗുരു എന്ന് വിളിച്ച് താല്പര്യപൂർവ്വം ദൈവരാജ്യത്തെക്കുറിച്ച് ചോദിച്ച മനുഷ്യൻ, ബാല്യം മുതൽ തന്നെ കൽപ്പനകൾ പാലിക്കുന്ന മനുഷ്യന് അവന് ദൈവസന്നിധിയിൽ കടന്നു ചെന്നെങ്കിലും അവനിൽ അത്ഭുതമുളവാക്കുവാൻ ദൈവം അശക്തനായി തീർന്നതായിട്ടാണ് വേദഭാഗം പറയുന്നത്. ദൈവത്തിൻ്റെ അശക്തിയെക്കുറിച്ചല്ല അത് പറയുന്നത്. ഗലീലയിൽ അധികം അത്ഭുതം പ്രവർത്തിക്കാൻ യേശുവിനായില്ല എന്ന് വിശുദ്ധ മർക്കോസ് 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോഴും ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ മനോഭാവങ്ങളെ മാനിക്കുന്ന കർത്താവ്, കാണുന്ന കർത്താവ്, അവിടുത്തെ സന്നിധിയിൽ നാം പ്രദർശിപ്പിക്കുന്നത് എന്താകുന്നു? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പ്രകാശനം എന്താകുന്നു? പോരാത്തവൻ, ഞാൻ അയോഗ്യൻ എന്ന ബോധ്യമാണോ? വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 48-ാമത്തെ വാക്യം പറയുന്നത് താഴ്ച കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാണ്. കന്യകമറിയാം പ്രഖ്യാപിക്കുകയാണ്, തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നു ദൈവം. അവൻ നോക്കിക്കണ്ടിരിക്കുന്നു, അത് ബോധ്യപ്പെടുകയാണ്. താഴ്ച കടാക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഇരുന്ന പള്ളിയിൽ അവിടെ നിന്ന് ഒരു ട്രിപ്പിന് ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കളി ഉപകരണങ്ങൾ ഏറെയുള്ള ഒരു ഗ്രൗണ്ടാണ്. ഭംഗിയായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കളി ഉപകരണങ്ങൾ. കുട്ടികൾ അതിൽ ചാടുകയും ഓടുകയും മറിയുകയും ഒരു സൈഡ് പൊങ്ങുകയും മറ്റേ സൈഡ് താഴുകയും ഒക്കെ ചെയ്യുന്ന ഉപകരണങ്ങൾ, കറക്കുകയും അന്തരീക്ഷത്തിലൂടെ അവരെ ഇങ്ങനെ ഓടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഊഞ്ഞാലുകൾ. ഇതിനിടയിൽ 2-3-4 കുട്ടികൾ ഓടിച്ചെന്ന് അവിടുത്തെ ഒരു ഉപകരണത്തിൽ കയറിയിരുന്നു. അത് സീസോ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ 2 സൈഡിലും ഓരോ ബക്കറ്റുണ്ട്. അതിൽ പിള്ളേർ കയറിയിരുന്നു. ഒരു അല്പം വണ്ണമുള്ള ഒരു പയ്യൻ കയറിയിരുന്നപ്പോൾ ആ സൈഡങ്ങ് താഴോട്ടങ്ങ് മറ്റേ സൈഡങ്ങ് പോയി. അതേപോലെ തന്നെ കുറച്ചുകൂടെ വണ്ണമുള്ള ഒരു പയ്യൻ മറ്റവനെ ഇറക്കിയിട്ട് അവിടെ കയറിയിരുന്നപ്പോൾ ഈ തടിയൻ പിന്നെയും പൊങ്ങി, തടിയുള്ളവൻ താഴെയായി. ഈ പിള്ളേർ കയറിയിരിക്കാനും ഇറങ്ങാനും കയറിയിരിക്കാനും ഒക്കെ തുടങ്ങി. ഒടുവിൽ 2 പേര് തമ്മിൽ വലിയ വഴക്കായി. അച്ഛാ, എനിക്കും പൊങ്ങണം, മറ്റവനും പൊങ്ങണം. ചുരുക്കം പറഞ്ഞ അവരെ 2 പേരെ ഇറക്കിക്കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ പാടുപെട്ടു. ഈ ഉപകരണം സീസോ എന്നാണ് അതിൻ്റെ പേരെന്ന എൻ്റെ ചിന്ത. ഈ ഉപകരണം നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുകയാണ്. അവനും പൊങ്ങണം, അതിനേക്കാൾ എനിക്കും പൊങ്ങണം. ഈ ഉപകരണം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ശക്തമായി നിൽക്കുകയാണ്. പോരാത്തവനെന്ന ബോധ്യം നമുക്കില്ല തന്നെ. ഈ ഉദാഹരണത്തിലൊരു കുഴപ്പമുണ്ട്. അത് ഒബീസിറ്റി ഉള്ളവന് താണിരിക്കാം എന്നുള്ള ഒരു കുഴപ്പം ആ ഉദാഹരണത്തിലുണ്ട്. എന്നാൽ അത് പോകട്ടെ, അതിൻ്റെ ആ വേണ്ട അംശം മാത്രം നമുക്ക് എടുക്കാം. അതുകൊണ്ട് ഈ സീസോ ഉപകരണം നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്? എനിക്ക് അവനേക്കാൾ പൊങ്ങി തന്നെ ഇരിക്കണം. സ്ഥാനങ്ങൾ എത്ര ഉയരത്തിൽ വച്ചാലും ഈ മനോഭാവം നമ്മിൽ നിന്ന് മാറിപ്പോകുന്നില്ലെങ്കിൽ നാം എത്ര അധമരായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഉയരത്തിൽ വെക്കുവാൻ നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ ഈ വേദഭാഗം നമ്മോട് പറയുകയാണ്, അത്ഭുതത്തെ ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിച്ചവൻ പറയുകയാണ്, ഞാൻ പോരാത്തവൻ. പരിശുദ്ധനായ പത്രോസ് ലീഹ രേഖപ്പെടുത്തുന്നു, 1 പത്രോസ് 5-ാം അധ്യായം 5 മുതൽ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുക. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവിടുത്തെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ ഈ മാധ്യസ്ഥത്തോട് ചേർന്നുള്ള നമ്മുടെ പ്രാർത്ഥന നമുക്ക് ഉതകുന്നുണ്ടോ? പരിശുദ്ധനായ ജെറമിയ പ്രവാചകൻ അറിയിക്കുകയാണ് യഹോവയുടെ വചനം, 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ. നിങ്ങൾ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ധനത്തിലരുത്, ബലവാൻ തൻ്റെ ബലത്തിലും അരുത്. പിന്നെയോ പ്രശംസിക്കുന്നവൻ യഹോവ ദൈവവും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്ന് ഗ്രഹിച്ച് അറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ എന്ന്
അതുകൊണ്ട് പ്രശംസിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ മാത്രം ഇടമുണ്ടാകട്ടെ. അവിടുന്ന് നൽകുന്ന കൃപകൾക്ക് മുമ്പിൽ വിനയപ്പെടുവാൻ നമുക്കാകട്ടെ. പരിശുദ്ധനായ പരമലമാർ ഗ്രിഗോറിയോസിൻ്റെ വിനയവും ഗുരുഭക്തിയും ജീവിത സാഹചര്യത്തിലുള്ള വിനയബോധ്യവും ഒക്കെ തന്നെ തീർച്ചയായും നമുക്ക് പാഠം നൽകുമ്പോൾ അത് ഏതു മനുഷ്യനും വീഴാം എന്നുള്ള ബോധ്യമാണ്. അതുകൊണ്ട് വീഴുവാൻ എപ്പോഴും എവിടെയും ഇടമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതിന് ഇടയുണ്ട്. അതിനാൽ ദൈവസന്നിധിയിൽ വിനയപ്പെടാം, മനുഷ്യരുടെ മുമ്പാകെയും വിനയപ്പെടാം. നാം ത്രോണോസിൻ്റെ മുമ്പാകെ വിനയപ്പെട്ട് മുട്ടുകുത്തുകയോ അല്ലെങ്കിൽ അവിടെ മുത്തുകയോ ചെയ്യും. എന്നാൽ തിരിഞ്ഞു വരുമ്പോഴും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് വിനയപ്പെടുവാൻ ദൈവം മുമ്പാകെ മാത്രമല്ല, ഒപ്പമുള്ളവർക്കൊപ്പവും വിനയപ്പെടുവാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. പോരാത്തവൻ എന്ന ബോധ്യമുള്ളവൻ അത്ഭുതത്തെ സ്വീകരിക്കുന്നു. മാധ്യസ്ഥത്തെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഒപ്പം തന്നെ നാം ചിന്തിച്ചു, ദൈവസന്നിധിയിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ ലൗകിക, ഭൗതിക, ആത്മീയ അനുഭവങ്ങളിൽ വ്യത്യാസമില്ലാതെ വണ്ണം നാം ഒരുപോലെ ബലഹീനമാക്കപ്പെടുമ്പോൾ നമുക്ക് കുറെ കൂടെ ദൈവത്തിൽ ആശ്രയിപ്പാൻ ആവശ്യമായിരിക്കുന്നു. ഈ പ്രചോദനമാണ്, ഈ ഉൾക്കാഴ്ചയാണ്, ഈ ദർശനമാണ് പരമലമാർ ഗ്രിഗോറിയോസിൻ്റെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമുക്ക് ലഭിക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമനസിൻ്റെ സാന്നിധ്യത്തിൽ ഇപ്രകാരം പ്രസംഗിക്കുന്നതിന്, ദൈവമുമ്പാകെ വിനയപ്പെടുന്നതിന്, ഈ മാധ്യസ്ഥത്തിൽ പങ്കുചേരുന്നതിന് എനിക്ക് അവസരം ലഭിച്ചതിൽ ഗുരുസ്ഥാനീയനായ പിതാവിനോട്, ഈ പരമലമാർ സെമിനാരി ചുമതലക്കാരോട് പ്രത്യേകമായ സന്തോഷവും നന്ദി അറിയിക്കുന്നു. കേട്ട എല്ലാവരോടും പ്രാർത്ഥനയിൽ ഓർക്കണമേ. താങ്ക് യു വെരി മച്ച്.